അതിൽ നോക്കിയപ്പോൾ ഭാഗ്യത്തിന് മെയിൻ ലിസ്റ്റിൽ എനിക്ക് ഇടമുണ്ടായിരുന്നു. 1079 റാങ്ക്. അപ്പോൾ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ആ സമയത്ത് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവംബർ സംതിങ് ആയപ്പോൾ അമ്മയ്ക്കൊരു നെഞ്ചുവേദന വന്നു. സിബിയുടെ പുള്ളിക്കാരിന് നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ആദ്യം ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് സാമ്പത്തികമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടിട്ടും അപ്പച്ചൻ ഓൾറെഡി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈറ്റായിരുന്നുകൊണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ മാറ്റി ഇന്ദിരാഗാന്ധിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. ആ സമയത്ത് അമ്മച്ചിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ICUവിൽ കിടത്തിയിട്ട് ആൾ റിക്കവർ ചെയ്യുന്നില്ലായിരുന്നു. BP ഫോളും ആകെ സാച്ചുറേഷനൊക്കെ കുറവ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. ഓക്സിജൻ്റെ ലെവൽ എന്ത് ചെയ്താൽ കയറുന്നില്ല. BP മെഡിസിൻസ് അത് കൊടുത്താൽ മാത്രമേ BP സ്റ്റേബിൾ ആകുള്ളൂ. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ കൃപാസനത്തിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും ഹസ്ബൻഡും ടെൻഷൻ അടിച്ച് പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ധ്യാനം ഞാൻ ഓൺ ചെയ്ത് വെച്ചു. അങ്ങനെ കുറേ പ്രാർത്ഥിച്ച് അവസാനം ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറുടെ റെഫറൻസ് തേടി.